ഐശ്വര്യയാണ്. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് സുഖമില്ലായിരുന്നു. നമ്മുടെ 1K ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഒന്നിനും പറ്റുന്ന ഒരു ശാരീരികാവസ്ഥയായിരുന്നില്ല. ഒട്ടും വയ്യ വെച്ചാൽ വല്ലാത്തൊരവസ്ഥ. ഒരു പനി വന്നതാണ്. പനി വന്നു കഴിഞ്ഞിട്ട് ഇപ്പം അറൗണ്ട് ഒരു 10 days ആയി. പനിക്കൊരു കുറവില്ല. ഭയങ്കര ശ്വാസം മുട്ടലും ബോഡി പെയിനും. എന്തൊരു പനിയാണോ എന്തോ വല്ലാത്തൊരു അസുഖം. വല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു പനിയുടെ ബുദ്ധിമുട്ടുകളൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും വല്ല നമ്മളങ്ങ് തകർന്നു പോകുന്ന പോലത്തെ ഒരവസ്ഥ. കാര്യം അത്രയ്ക്ക് എണീക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ വെച്ച് ഒരു പുറത്തൊരു വിളക്കം വീണ പോലെ ആയിപ്പോയിട്ട് പനിക്ക് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് പിന്നെ അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്കതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, 1 വീക്കായി എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആരും ഒരുപാട് പേര് കാണാനില്ലെങ്കിലും കാണുന്നവരുമായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നവരുണ്ടല്ലോ, അവരോട് നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, അവരോട് സംസാരിക്കാൻ നമുക്കിഷ്ടമുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്ന് വയ്യ എങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്നറിയോ? നമ്മളെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചിലർ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാകാം, അങ്ങനെ പലതരത്തിൽ പറ്റിക്കുന്ന മനുഷ്യരുണ്ട്. ചിലർ മറ്റെന്തെങ്കിലും പലർക്കും പലതാണല്ലോ ലക്ഷ്യം. ഇപ്പോൾ കൂടുതലും സാമ്പത്തികമാണ്, എല്ലാവരുടെയും ലക്ഷ്യം സാമ്പത്തികമാണല്ലോ. അപ്പോൾ ബന്ധങ്ങൾക്കൊരിക്കലും വാല്യൂ ഇല്ല, വ്യക്തികൾക്ക് യാതൊരു വിലയില്ല. എല്ലാം സാമ്പത്തികത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികം വേണം ജീവിക്കണമെങ്കിൽ. പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ സാമ്പത്തികം മാത്രം കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ചില ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കണം, അല്ലേ? ചില വ്യക്തി ബന്ധങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. രക്തബന്ധങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സൗഹൃദങ്ങൾ എന്തോരമുണ്ട്. നമ്മുടെ നല്ല സുഹൃത്തുക്കളൊക്കെ ഇല്ലേ? അപ്പോൾ അതിനൊക്കെ നല്ല സുഹൃത്തുക്കളെയൊക്കെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടൊക്കെ ചതിക്കുന്ന ചതി പല രീതിയിലല്ലേ. സുഹൃത്തുക്കളെ ചതിക്കുന്നവരുണ്ട്, കൂടപ്പിറപ്പുകളെ തമ്മിൽ ചതിക്കുന്നവരുണ്ട്, സ്വന്തം അച്ഛനെയും അമ്മയും എല്ലാം വാങ്ങിച്ചിട്ട് കറിവേപ്പില പോലെ കളയുന്ന മക്കളുണ്ട്. അങ്ങനെ ബന്ധങ്ങളിൽ പ്രണയിച്ചിട്ട് പുല്ലുവില പോലും കൽപ്പിക്കാതെ കളയുന്നവരുണ്ട്. ഭാര്യ ഭർത്തൃ ജീവിതം എല്ലാത്തിലും ഉണ്ട് ഇത്. അപ്പം അതിനെ നമുക്കപ്പം ഓരോരുത്തരുടെയും ഫീലിങ്സ് വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരോടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് സഹോദരങ്ങളിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾക്ക് മക്കളിൽ നിന്നായിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നായിരിക്കും. അങ്ങനെ പലത്. അപ്പം ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ പറ്റിക്കപ്പെടുന്ന ആ വ്യക്തി ആരെയാണോ ഒരാൾ പറ്റിക്കപ്പെടുമ്പോൾ ഒരാളാൽ പറ്റിക്കപ്പെടുന്ന ആ വ്യക്തി, അവർക്ക് ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു ഇതുണ്ട്, മാനസിക പ്രയാസമുണ്ട്. അപ്പോൾ ചെയ്തവൻ ഭയങ്കര കൂളായിട്ട് അവൻ അവരെ പറ്റിച്ചു എന്നുള്ളത് ഓർത്ത്, അവൻ അല്ലെങ്കിൽ അവർ ഹാപ്പിയായിട്ട് ഇത് ചെയ്യും. പക്ഷേ ആ അനുഭവിച്ച വ്യക്തി അവരുടെ ഉറക്കം പോകുന്ന, സമാധാനം പോകുന്ന ഒരവസ്ഥയുണ്ട്. ചിലപ്പോൾ അവർ കുറേ നാളായിരിക്കും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ചെയ്തവൻ നല്ല സുഖമായിട്ട് ചെയ്തവർ അടിപൊളിയായിട്ട് ഇവനെ പറ്റിച്ച അതുകൊണ്ട് അല്ലെ ചതിച്ചു എന്നുള്ളതിൽ സുഖത്തെ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ മനസ്സിലാക്കാത്ത മറ്റൊരു പോയിൻ്റുണ്ട്. ഇന്ന് ഇവരുറങ്ങാതെ കിടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന് ഇവർ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, ഇത് തിരിച്ച് കർമ്മ ഉറപ്പായിട്ടും വരും. ഉറപ്പായി വരുമ്പോൾ ഈ പ്രവൃത്തി ചെയ്തവർ ആദ്യം ഓർക്കുന്നത് ആരെയാണോ തങ്ങൾ ചതിച്ചത് അവരുടെ മുഖമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നു. നിങ്ങൾക്ക് പണി തന്നിട്ടുള്ളവർ, അവർക്ക് പണിയുണ്ടെന്നേ. ചിലപ്പം ദൈവം ക്ഷമിച്ചാൽ പോലും കാലം ക്ഷമിക്കത്തില്ല. ചിലപ്പോൾ ദൈവമില്ലയോ, ഇത്രയും ചതിയും വഞ്ചനയും കാണിച്ചവരെ
ദൈവം ഇതാക്കുന്നല്ലോ. അല്ലെന്നേ, ദൈവം ക്ഷമിക്കുന്നിടത്ത് കാലം ക്ഷമിക്കില്ല. അതിങ്ങനെ കാലചക്രം കറങ്ങല്ലേ, കറങ്ങി ഈ ഒരു അവസ്ഥയുടെ എന്താണോ നിങ്ങൾ അനുഭവിച്ചത് അതിൻ്റെ മുകളിൽ അവരനുഭവിക്കുന്ന ഒരു സമയം വരുമ്പോൾ ആദ്യം ഓർക്കുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. ആദ്യം ഓർക്കുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. ഉറപ്പായിട്ടും അവർ ചിന്തിക്കും, അല്ലെങ്കിൽ പറയും, നിങ്ങളോട് ചെയ്തതിനുള്ള ശിക്ഷയാണെന്ന്. അങ്ങനെയാണെന്നേ, ഈ ലോകമേ അങ്ങനെയാണ്. അപ്പോൾ അന്നേരത്തെ സുഖങ്ങൾ അല്ലെങ്കിൽ അന്നേരത്തെ നേട്ടങ്ങൾ ആൾക്കാർ കൈവരിക്കുമ്പോൾ വിചാരിക്കും, ഓ ഇല്ല അവർ തകർന്നു. അങ്ങനെയൊന്നും തകരില്ല. ഒരു വ്യക്തിക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ തകർക്കാനാവില്ല. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കുറച്ച് നാളെന്തെങ്കിലുമൊക്കെ തടയിടാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തോട്ട് ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള പ്രധാന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ബന്ധം. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇവൻ മക്കൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഒരുപാട് പട്ടിണിയും പരിവട്ടമായിട്ട് വളർത്തിയ മക്കൾ രക്ഷകർത്താക്കളെ നോക്കാതിരിക്കുന്നുണ്ട്. തിരിഞ്ഞു ഇറങ്ങി ഇവരുടെ മക്കൾ നോക്കില്ലെന്നേ. അന്ന് അവർ ഓർക്കുന്ന മുഖം സ്വന്തം രക്ഷകർത്താക്കളുടെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇതൊന്നും പലിശയില്ലാ കടമാണ്, എൻ്റെ അമ്മ പറയുന്ന പോലെ. അത് ഉറപ്പാണ്. ഏത് ബന്ധത്തിലാണെങ്കിലും. ഇപ്പം നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടോ? വിഷമിക്കണ്ട. എവിടെ പോയാലും ഒരു രക്ഷപ്പെടാൻ പോകത്തില്ല. അവരെവിടെയെങ്കിലുമൊക്കെ പോയി ആദ്യമൊക്കെ കുറച്ച് ഇതൊക്കെ കാണും. നമ്മളും വിചാരിക്കും, ഇവിടെ ഈശ്വര ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ നല്ലതിനൊന്നും കാലമില്ലയോ, മോശപ്പെട്ടതിനൊക്കെയാണോ? അല്ലെന്നേ, അവരുടെ വീഴ്ച ഭയങ്കര വലുതായിരിക്കും. നമ്മൾ ചെറിയ സങ്കടമൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് അല്ലെങ്കിൽ ക്രൈസിസൊക്കെ വന്ന് പിടിച്ചു കയറി പോകും. ദൈവം പിടിച്ചു കയറ്റുന്നേ. മനുഷ്യനെ കൊണ്ടല്ല, ദൈവത്തിൻ്റേതായ അത്ഭുതം എല്ലാവർക്കും മനസ്സിലാക്കുന്നത്. ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവത്തിൻ്റേതായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനുഷ്യന്മാർ ആയിട്ട് കൂട്ടമായിട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ എങ്ങനെ തളർത്തിയാലും ദൈവം രക്ഷപ്പെടുത്തുകയുണ്ടല്ലോ, പിടിച്ചേ കിട്ടത്തില്ല. അത് വേറൊരു ലെവലാണ്. നമ്മൾ എത്ര ഇടത്ത് കണ്ടിട്ടുണ്ട്, ആരെയെല്ലാം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു നോട്ടം, നമ്മുടെ ഒരു തലോടൽ മതി നമ്മൾ രക്ഷപ്പെടാൻ. അത് ഏത് നിമിഷവും നമ്മുടെ പ്രവൃത്തി 100% ഒന്നും പ്രവൃത്തിയിലെ ശുദ്ധത ഒന്നും എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും വാക്കിലും പ്രവൃത്തിയിലൊക്കെ മിസ്റ്റേക്ക് മനുഷ്യനായാൽ സംഭവിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. ദൈവം അതൊക്കെ ക്ഷമിക്കുന്നേ. പക്ഷേ നമ്മൾ കാരണം മറ്റൊരുത്തന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയോ ഉറങ്ങാൻ പറ്റാതെയോ അവൻ്റെ ജീവനും ജീവിതത്തിനും കണ്ണുനീരും ദുഃഖവുമായി നമ്മൾ ഒരിക്കലും മാറാനിട വരരുത്. നമ്മൾ ഉയരണം നമ്മൾ ആഗ്രഹിക്കാം, പക്ഷെ മറ്റൊരുത്തൻ നശിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ ഉയർച്ച എല്ലാവർക്കും സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരില്ല. നമ്മൾ ജീവിതത്തിൽ ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരുത്തിൻ്റെയും നാശത്തിന് നമ്മൾ കാരണമാകരുത്. നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാം ഒന്ന് ചിന്തിച്ചോളൂ. നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ നിങ്ങളുടെ എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിലോ ദുഃഖം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇരുന്നോളൂ, അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. വലിയ താമസമൊന്നുമില്ലെന്നേ. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തതായിരിക്കും, അവരിപ്പോൾ ഓൾറെഡി അനുഭവിച്ച് കാണും. അപ്പോൾ ആദ്യം അവർ ഓർക്കുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. പകരം നമുക്കുള്ളതല്ല, അതങ്ങ് ദൈവത്തിന് വിട്ടു കൊടുത്തേക്കണം. എന്താണെന്നറിയാമോ? പകരം നമ്മൾ ചെയ്ത് അങ്ങോട്ട് ശരിയാവത്തില്ല. നല്ല പണി കിട്ടണമെങ്കിൽ അത് ദൈവം കൊടുക്കണം, കാലം കൊടുക്കും. അത് ഇവരെ കൊണ്ട് ഊരാൻ പറ്റാത്ത പണിയായിരിക്കും. മനുഷ്യന്മാർ കൊടുക്കുന്നതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന പണിയൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജന്മത്തിൽ വരെ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കരുത്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവുന്നേ, എല്ലാം ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകാൻ നമുക്ക് പറ്റും. അടുത്ത ഒന്നല്ലെങ്കിൽ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ ദൈവം തുറന്നു തരും, അല്ലേ? നമുക്ക് പലതരത്തിൽ ദുഃഖങ്ങൾ വരും. അത് രോഗങ്ങളായിട്ട് വരാം, മനുഷ്യരായിട്ട് വരാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗമാകാം, എന്തും ആകാം. ഒന്നിലും ഒരു വീഴ്ചയിലും തളരാതെ നമുക്കൊരു സമയം ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്തിന് നമുക്കിവിടെ നിൽക്കണമല്ലോ.
മനസ്സിൽ ഒരുപാട് നന്മയില്ലെങ്കിലും കുറച്ച് നന്മയും ഒക്കെ കീപ്പ് ചെയ്യുക. നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കാൻ പോകാതിരിക്കുക. നമ്മൾ ഉയരണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതൊരുത്തരെയും നശിപ്പിച്ചുകൊണ്ടാകാതിരിക്കുക. അതല്ലേ നല്ലത്. നാളെ കാണാം കേട്ടോ.